Good morning students, welcome to today's class. Today we are discussing about the topic modes in a planar gate. Okay, so planar gate nu parnal it's nothing but simplest form of optical waveguide. So optical waveguide ഒരു simplest ഫോമിനെയാണ് നമ്മൾ planar gate എന്ന് പറയുക. സോ ഈ ഒരു സെക്ഷനിൽ നമ്മൾ പഠിക്കുന്നത് മോഡ്സ് ഇൻ ദ വേവ്ഗൈഡ് ആണ്. അതായത് വേവ്ഗൈഡിൽ, അതായത് നമ്മൾ ഒപ്റ്റിക്കൽ ലൈറ്റ് മൂവ് ചെയ്യുന്ന വേവ്ഗൈഡ് പറഞ്ഞാൽ വേവിനെ ഗൈഡ് ചെയ്യുന്ന ഒരു പാത്ത്. സോ അതായത് നമ്മൾ കോറിലൂടെയുള്ള ആ പാത്തിനാണ് വേവ് ഗൈഡ് എന്ന് പറയുക. സോ ഒപ്റ്റിക്കൽ ലൈറ്റിനെ അതിലൂടെ പോകുന്നതിൻ്റെ മോഡ്സിനെ കുറിച്ചാണ് അതിൻ്റെ വേവ് ഗൈഡിൻ്റെ മോഡ്സിനെ കുറിച്ചാണ് ഈ സെക്ഷൻ പറയുന്നത്. ഓക്കെ, അസ്യൂം ദാറ്റ് ദ പ്ലാനാർ ഗൈഡ് ഈസ് എ സ്ലാബ് ഓഫ് ഡയലക്ട്രിക് വിത്ത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N1 സാൻഡ്വിച്ച്ഡ് ബിറ്റ്വീൻ ടു റീജിയൻസ് ഓഫ് ലോവർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N2. അതായത് നമ്മളുടെ നോർമൽ ഒരു ഫൈബർ സ്ട്രക്ചറാണ് ഇവിടെ പറയുന്നത്. അതായത് ഒരു സ്ലാബ് ഓഫ് ഡയലക്ട്രിക് മീഡിയം ഉണ്ട്, ദാറ്റ് ഈസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് N1, നമ്മുടെ കോർ എന്ന് പറഞ്ഞത്. ഈ കോറ് സാൻഡ്വിച്ച്ഡ് ബിറ്റ്വീൻ ടു റീജിയൻസ് വിച്ച് ഹാവ് ലോവർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിട്ടുള്ള N2 ആണ് അതിലുള്ളത്. അതായത് നമ്മുടെ ഒരു നോർമൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് സ്ട്രക്ചർ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ടു ഒബ്റ്റെയിൻ ആൻ ഇംപ്രൂവ്ഡ് model for optical propagation, we consider the interference of plane wave components within this dielectric waveguide. So നമ്മൾ ഒരു ഇംപ്രൂവ്ഡ് മോഡൽ, ഒപ്റ്റിക്കൽ പ്രൊപ്പഗേഷന് വേണ്ടി ഒരു ഇംപ്രൂവ്ഡ് മോഡൽ നമ്മൾക്ക് കിട്ടാനും വേണ്ടി നമ്മൾ എന്താണ് കൺസിഡർ ചെയ്യുന്നത് വെച്ചാൽ ഇൻ്റർഫിയറൻസ് ഓഫ് പ്ലെയിൻ വേവ് കോമ്പണൻറ്റ് ഈ ഒരു ഡയലക്ട്രിക് വേവ് ഗൈഡിനകത്താണ് എന്ന് കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റഡി ചെയ്യുന്നത്. അതായത് ഡിഫറെൻറ്റ് മോഡ്സ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, കൺസിഡർ എ മോണോക്രോമാറ്റിക് പ്ലെയിൻ വേവ് ട്രാവലിംഗ് ഇൻ എ വേവ് ഗൈഡ്. സോ മോണോക്രോമാറ്റിക് പ്ലെയിൻ വേവ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ഫ്രീക്വൻസി അല്ലെങ്കിൽ വേവ് ലെങ്ത് ഉള്ള വേവ്സിനെയാണ് മോണോക്രോമാറ്റിക് വേവ്സ് എന്ന് പറയാം. ഓക്കെ, സോ നമ്മൾ ഈ ഒരു മോഡ്സിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഒരു മോണോക്രോമാറ്റിക് വേവ് നമ്മുടെ വേവ് ഗൈഡിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ ആസ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വിത്തിൻ ദ ഗൈഡ് ഈസ് N1, that is core, and optical wavelength is reduced to lambda by N1, while the propagation constant increases to N1k. Okay, so propagation constant ആയിട്ടുള്ള ആൽഫ നമ്മൾ എന്തായിരിക്കും, N1k ആയിരിക്കും. Okay, theta is the angle between the ray and the guide axis. So this is the theta, this is the angle between, this is the ray. So this is the ray and this is the interference. So theta is nothing but the angle between the ray and the gate axis. Okay, so this is the ray and this is the gate axis. This is the angle between these two is called theta. Now the plane wave can be resolved into two components. One is in x direction and the other one is z direction. So ഇതാണ് നമ്മുടെ ഇവിടെ മൂവ് ചെയ്യുന്ന മോഡ്സ്. നമ്മുടെ ഈ മോഡുകൾ അറിയാനും വേണ്ടിയാണ്. സോ ഈ മോഡ് അല്ലെങ്കിൽ നമ്മളിവിടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഈ പ്ലെയിൻ വേവ്, ഇതാണ് ഗൈഡിങ് മീഡിയം. ഗൈഡിങ് മീഡിയം എന്ന് പറഞ്ഞാൽ ഇത് കോറിലൂടെയാണ് മൂവ് ചെയ്യുന്നത്. ഇതാണ് ഗൈഡിങ് ആക്സിസ്. ദിസ് ഇസ് ഗൈഡിങ് മീഡിയം N1. ഓക്കെ, ഇത് രണ്ട് N1 ആണ് കോറ്, ഇതാണ് N2 ആയിട്ടുള്ള ക്ലാഡിങ്. ഓക്കെ, സോ ഈ ഒരു മൂവിങ് പ്ലെയിൻ വേവ് നമുക്ക് രണ്ടായിട്ട് റിസോൾവ് ചെയ്യാം. അതായത് ഈ മൂവ് ചെയ്യുന്നത് നമുക്ക് എക്സ് ആക്സിലോട്ടും സെഡ് ഡയറക്ഷനിലോട്ടും റിസോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അതാണ് ഈ ഒരു മോഡൽ. നമ്മൾ ഈ ഒരു വേവിനെ നമുക്ക് ഈ ഒരു മോഡൽ സെഡ് ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്യുന്നതും അതുപോലെ തന്നെ എക്സ് ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു ദ വേവ്, ഈ വേവിന് പെർപെൻഡിക്കുലറായിട്ടുള്ള ഒരു ഇലക്ട്രിക് ഫീൽഡും ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ആക്സിസിലായിരിക്കും ഇതിൻ്റെ മാക്സിമം ഫീൽഡ് വരുന്നത്. ഓക്കെ, axis of propagation. Okay, the component B is in x direction, that is Bx is equal to N1k sin theta, and the component B in z direction, that is Bz is equal to N1k cos theta. സോ നമ്മുടെ ഒരു ബീൻ്റെ കോമ്പണൻസ്, അതായത് പ്രൊപ്പഗേഷൻ ആയിട്ടുള്ള ബീൻ്റെ കോമ്പണൻസ് നമ്മൾ രണ്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് എക്സ് ഡയറക്ഷനിലോട്ടും അതുപോലെ സെഡ് ഡയറക്ഷനിലോട്ടും. എക്സ് ഡയറക്ഷനിലുള്ള ബി എക്സ്, അതായത് പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ N1k sin തീറ്റയും, വൈ ഡയറക്ഷനിലുള്ളോട്ട് BZ എന്ന് പറഞ്ഞാൽ N1k cos തീറ്റയാണ്. When the total phase changes between 2 points, that is P and Q is equal to 2m pi radians, where m is an integer, construction interference occur and a standing wave is obtained in the x direction. Okay, total phase change between 2p and q is 2m pi ആണെങ്കിൽ, അതായത് p എന്ന ഒരു വേവും അതുപോലെ തന്നെ q പറഞ്ഞൊരു വേവും, p എന്നുള്ളതും അതുപോലെ തന്നെ q എന്ന സെക്ഷനിലെത്തുമ്പോൾ അതിൻ്റെ ടോട്ടൽ ഫേസ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ
എം പൈ ആണ്. വേറെ എം ഈസ് നത്തിങ് ബട്ട് ഇറ്റ്സ് ആൻ ഇൻറ്റീജർ. എം പൈ ആണെങ്കിൽ അത് നമുക്കൊരു കൺസ്ട്രക്റ്റീവായിട്ടുള്ള ഒരു വേവ് ആയിട്ടായിരിക്കും പുറത്ത് വരിക. ഓക്കെ, സ്റ്റാൻഡിങ് വേവ്സ് ഒപ്റ്റെയിൻ നെക്സ്റ്റ് ഡയറക്ഷനിൽ വരുന്ന കൺസ്ട്രക്റ്റീവ് വേവ്സ് അവ രണ്ടും കൂടി ആഡ് ചെയ്തിട്ടാണ് പോവുക. ഇലക്ട്രിക് ഫീൽഡ് ഈസ് മാക്സിമം അറ്റ് ദ സെൻറ്റർ ഓഫ് ദ കോർ ആൻഡ് ഇറ്റ് ഡീക്കേറ്റ്സ് വെറ്റ് സീറോ അറ്റ് ദ ബൗണ്ടറി ബിറ്റ്വീൻ കോർ ആൻഡ് ക്ലാഡിംഗ്. അതാണ് ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഈ ഒരു ആക്സിസ് ഓഫ് ദ കോറിൽ, ഇതാണ് ആക്സിസ്, ഈ ഒരു ആക്സിസിൽ ഇലക്ട്രിക് ഫീൽഡ് ഹൈ ആയിരിക്കും, ആക്സിസിൽ നിന്ന് പുറത്ത് അത് ഇലക്ട്രിക് ഫീൽഡ് റെഡ്യൂസ് ചെയ്തിട്ട് വരും. ഓക്കെ, a specific mode is obtained for a particular value of theta. The mode depends on the form of e raised to minus bzz, where bz is in the propagation constant ആണ് bz. bzനെ അതായത് ഈ ഒരു ടേമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, for simplicity omega c denote propagation constant by b, where b is equal to bz. so b എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ propagation constant bzന് ഈക്വൽ ആണ്. To visualize the dominant modes propagating in the z direction, we consider plane wave for different specific angles. They form standing wave pattern due to constructive interference. ഈ constructive interference വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഡോമിനൻറ്റ് മോഡ്സിനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, z ഡയറക്ഷനിൽ. ഇപ്പോൾ ഇത്രയും ഇതിപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് മോഡുകളാണ് പറയുന്നത്. ഓക്കെ, ഡിഫറെൻറ്റ് ടൈപ്സ് മോഡാണിത്. സോ എം ഈക്വൽ ടു 1 വരുമ്പോൾ, അതായത് മോഡ് 1 വരുമ്പോൾ വേവ് ഫോം, എം ഈക്വൽ ടു 2 വരുന്നത്, അതായത് എം ഈക്വൽ ടു 3 വരുന്ന മോഡ്സ്. സോ അതിൻ്റെ കറസ്പോണ്ടിങ് ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ എം ഈക്വൽ ടു 1 എന്നുള്ള മോഡിൽ വരുമ്പോൾ ഇവിടെ ഈ ഒരു സെക്ഷൻ നമ്മൾ പുറത്തേക്ക് വരുന്നില്ല, ഇവിടെ ചെറുതായിട്ട് പുറത്തേക്ക് വരുന്നുള്ളൂ, അതായത് ക്ലാഡിങ്ങിലോട്ട് പോകുന്നുള്ളൂ മോഡ് 1ൽ എം ഈക്വൽ ടു 1. അതിൻ്റെ കേസ് ഇലക്ട്രിക് ഫീൽഡ് ഈ ഒരു ഫോമാറ്റിലാവും ഇലക്ട്രിക് ഫീൽഡ് വരിക. എത്ര സീറോ ക്രോസ് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ മോഡിനെ കൗണ്ട്. സോ എം ഈക്വൽ ടു 1 ആയതുകൊണ്ട് ഈ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഈ ഒരു ആക്സിസിനെ ഒരു വട്ടാണ് ക്രോസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ക്രോസിംഗ് പോയിൻ്റ് 1 ആണ് എം ഈക്വൽ ടു 1ൽ. അതുപോലെ തന്നെ ഇൻ കേസ് ഓഫ് ഹിയർ n1 ഈസ് ഗ്രേറ്റർ ദാൻ n2 ആണ്, കോറിലാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതൽ. എം ഈക്വൽ ടു 2 ആകുമ്പോൾ നമ്മൾ ഇത് ക്ലാഡിങ്ങിലോട്ട് പോകുന്നതിൻ്റെ എമൗണ്ട് കൂടും. മാത്രമല്ല ഈ ഒരു ആക്സിസിനെ കട്ട് ചെയ്യുന്നത് 2 പോയിൻ്റാണ്. സോ ദിസ് ഇസ് ദ ഇലക്ട്രിക് ഫീൽഡ് ആക്സിസ്. അപ്പോൾ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു കട്ട് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഇവിടെ, അപ്പോൾ 2 കട്ടാണ് വരുന്നത്. സോ അങ്ങനെ ആ ഒരു 2 പ്രാവശ്യം ഇതിനെ ക്രോസ് ചെയ്യുന്നതുകൊണ്ട് ഇതിനെ മോഡ് ഈക്വൽ ടു 2ലാണ് ഇത് ക്രോസ് ചെയ്യാം. സോ ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് TE2, ട്രാൻസ്വേഴ്സ് ഇലക്ട്രിക് ഫീൽഡാണ് TE2 എന്ന് പറയാം. അതുപോലെ തന്നെ മോഡ് 3 വരുന്ന കേസിൽ ഇവിടുന്നും ക്ലാഡിങ്ങിൻ്റെ കോറിൻ്റെ പുറത്തേക്ക് പോകുന്നുണ്ട്, അതുപോലെ തന്നെ ഇവിടുന്നും ക്ലാഡിങ്ങിലോട്ട് വേവ് ഫോം പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ ലെവലിൽ, അതായത് ഇതിന് പെർപെൻഡിക്കുലർ, ഇലക്ട്രിക് ഫീൽഡ് പെർപെൻഡിക്കുലറായിട്ട് 3 ക്രോസ് വരും, 1 2 3. സോ ഇതിന് ഈ ഒരു ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ 3 ക്രോസ് ചെയ്യുന്നുണ്ട്. സോ ദിസ് ഇസ് മോഡ് 3. അങ്ങനെയാണ് TE എന്ന് പറയുമ്പോൾ ട്രാൻസ്വേഴ്സ് ഇലക്ട്രിക് ഫീൽഡ് കേട്ടോ. സോ കൺസിഡർ ദ അബോവ് ഫിഗർ ഫോർ ഡിഫറെൻറ്റ് വേവ്സ് വാല്യൂസ് ഓഫ് എം. മോഡ്സ് ഡിഫറെൻറ്റ് വാല്യൂസ് ആകുമ്പോൾ ഉണ്ടാകുന്ന ഫിഗേഴ്സാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ദ ഫിഗർ ഷോസ് ഫീൽഡ് പാറ്റേൺസ് ഫോർ എം ഈക്വൽ ടു 1, 2 and 3. എം ഡിനോട്ട്സ് ദ നമ്പർ ഓഫ് സീറോസ് ഇൻ ദ പാറ്റേൺ. എം ഈസ് ആൾസോ മോഡ് ഓർ മോഡ് നമ്പർ. മോഡ് അല്ലെങ്കിൽ മോഡ് നമ്പേഴ്സിനെയാണ് എം എന്ന് പറയാം. ഓക്കെ, നമ്പർ ഓഫ് മോഡ്സ്. ഹൗ ദ Here the electric field is perpendicular to the direction of propagation, z direction, that is z equal to 0 and hz exists. But അതുപോലെ തന്നെ ട്രാൻസ്വേഴ്സ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും, ട്രാൻസ്വേഴ്സ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. സോ ഇൻ ദ പ്രൊപ്പഗേഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡിലാണ് ഇത് മൂവ് ചെയ്യണതുകൊണ്ട് നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും, പക്ഷേ hz എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇതിന് ട്രാൻസ്വേഴ്സ് ഇലക്ട്രിക് ഫീൽഡ് എന്നാണ് പറയാം. ഓക്കെ, TE. ട്രാൻസ്വേഴ്സ് മാഗ്നറ്റിക് ഫീൽഡ് ആൾസോ എക്സിസ്റ്റ് ഇൻ ആൻ ഒപ്റ്റിക്കൽ വേവ് ഗൈഡ്. ഇവിടെ ട്രാൻസ്വേഴ്സ് മാഗ്നറ്റിക് ഫീൽഡും എക്സിസ്റ്റ് ചെയ്യാറുണ്ട്, ബട്ട് ട്രാൻസ്വേഴ്സ് ഇലക്ട്രിക് മാഗ്നറ്റിക് വേവ് റയർലി എക്സിസ്റ്റ്. ആ ഒരു ഇതിൻ്റെ കോമ്പിനേഷൻ, ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ കോമ്പിനേഷൻ റയർലിയാണ് ഒക്കെ പറയുന്നത്. ഓക്കെ, ഇത്രയാണ് ഡിഫറെൻറ്റ് മോഡ്സ് എന്നുള്ള കേസിൽ നമുക്ക് ഈ ഒരു സെക്ഷനിൽ പറയാനുള്ളത്. ഇനി ഈ മോഡിന് ബന്ധപ്പെട്ട 2 ടൈപ്പ് വെലോസിറ്റീസ് ഉണ്ട്, അതാണ് ഫേസ് വെലോസിറ്റി ആൻഡ് ഗ്രൂപ്പ് വെലോസിറ്റി. Okay, within all electromagnetic waves there are points theta constant phase. Okay, there are points of constant phase. ഏത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിലും നമുക്ക് ഒരു കോൺസ്റ്റൻറ്റ് ഫേസ് വരുന്ന, ഫേസ് ആംഗിൾ കോൺസ്റ്റൻറ്റ് വരുന്ന പോയിൻറ്റ്സ് ഉണ്ടാവും. സോ ദീസ് പോയിൻറ്റ്സ് ആർ കാൾഡ് വേവ് ഫ്രണ്ട്. സോ കോൺസ്റ്റൻറ്റ് ഫേസ് ആംഗിൾസ് അല്ലെങ്കിൽ ഫേസസ് വരുന്ന ആ പോയിൻറ്റിനാണ് നമ്മൾ വേവ് ഫ്രണ്ട് എന്ന് പറയാം. ഓക്കെ, സോ ഈ വേവ് ഫ്രണ്ടിൻ്റെ വെലോസിറ്റിയാണ് നമ്മൾ എന്താ പറയുക, ഫേസ് വെലോസിറ്റി. ദ വെലോസിറ്റി ഓഫ് വേവ് ഫ്രണ്ട് ട്രാവൽസ് ഇൻ എ വേവ് ഗൈഡ് ഈസ് കാൾഡ് ഫേസ് വെലോസിറ്റി VP. സോ ഏതൊരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സും നമ്മൾ ഫൈബറിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ അവിടെ കോൺസ്റ്റൻറ്റ് ഫേസസ് ഫോം ചെയ്യും. ഈ കോൺസ്റ്റൻറ്റ് ഫേസിലുള്ള പോയിൻറ്റ്സിനെ നമ്മൾ എന്താ പറയുക, വേവ് ഫ്രണ്ട്, അതിനെ കളക്റ്റീവ് വേവ് ഫ്രണ്ട് എന്ന് പറയാം.
So the velocity of these wave fronts traveling through the waveguide is called phase velocity VP. So അതിൻ്റെ എക്സ്പ്രഷൻ വരുന്നത് ഒമേഗ ബൈ ബീറ്റ എന്നാണ്. ഒമേഗ എന്ന് പറയുമ്പോൾ ആംഗുലർ ഫ്രീക്വൻസി of the wave and beta means propagation constant. Okay, and in practice it is impossible to produce perfectly monochromatic light waves. നമ്മൾ പറഞ്ഞ വേവ്സ് ഒക്കെ നോക്കിയപ്പോൾ വേവ്സ് കൺസിഡർ ചെയ്തപ്പോൾ പ്ലാനർ വേവ്സ് ഒക്കെ കൺസിഡർ ചെയ്തപ്പോൾ നമുക്ക് മോണോക്രോമാറ്റിക് വേവ്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്തത്. പക്ഷേ പ്രാക്ടിക്കലി മോണോക്രോമാറ്റിക് വേവ്സ് തന്നെ ഒരേ ഫ്രീക്വൻസി ഒരേ വേവ് ലെങ്ത്തുള്ള വേവ്സ് നമുക്ക് ഉണ്ടാവുന്നത് ഇമ്പോസിബിൾ ആണ്. സോ ഒരു ചേഞ്ചസ് വരും. ദ ലൈറ്റ് എനർജി ഈസ് കമ്പോസ്ഡ് ഓഫ് എ സം ഓഫ് പ്ലെയിൻ വേവ് കോമ്പണൻസ് ഓഫ് ഡിഫറെൻറ്റ് ഫ്രീക്വൻസി. അപ്പോൾ ഡിഫറെൻറ്റ് ഫ്രീക്വൻസീൻ്റെ ഒരു കോമ്പിനേഷനാണ് നമ്മൾ ലൈറ്റാണല്ലോ ഫൈബറിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യണത്. സോ ഈ ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസ് കളക്ട് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ ലൈറ്റ് പറഞ്ഞാൽ ആ ഡിഫറെൻറ്റ് ഫ്രീക്വൻസീൻ്റെ കോമ്പിനേഷനാണ്. ഓക്കെ, സോ ദിസ് ഗ്രൂപ്പ് ഓഫ് വേവ്സ് വിത്ത് സിമിലർ ഫ്രീക്വൻസി പ്രൊപ്പഗേറ്റ് ആസ് എ പാക്കറ്റ്. അപ്പോൾ നമുക്ക് സിമിലർ ഫ്രീക്വൻസി അതായത് ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ അതിലെല്ലാ ഫ്രീക്വൻസി സിമിലർ ആണെന്നില്ല, പക്ഷേ സിമിലർ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് വേവ്സ് ഒരു പാക്കറ്റ് ഫോമിലാണ് മൂവ് ചെയ്യുന്നത്. സോ ട്രാവൽ ചെയ്യുന്നത്, പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ദിസ് വേവ് പാക്കറ്റ്, അതായത് സിമിലർ ഫ്രീക്വൻസീസുള്ള ഈ വേവ് പാക്കറ്റ് ഡസൻ ട്രാവൽ ഇൻ ദ ഫേസ് വെലോസിറ്റി ഓഫ് ഇൻഡിവിജ്വൽ വേവ്. ഒരു സിമിലർ ഫേസ് വെലോസിറ്റിയിൽ ഇത് ട്രാവൽ ഇല്ല, ബട്ട് ദേ മൂവ് ടുഗെദർ അറ്റ് എ ഗ്രൂപ്പ് വെലോസിറ്റി. അപ്പോൾ ഈ ഒരു സിമിലർ ഫ്രീക്വൻസീസിലുള്ള വേവ്സ് ഒരു ഗ്രൂപ്പ് വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുക. ആ വെലോസിറ്റിനെ ഗ്രൂപ്പ് വെലോസിറ്റി VG എന്ന് പറയാം. ദാറ്റ് ഈസ് ഡെൽ ഒമേഗ ബൈ ഡെൽ ബീറ്റ. അതായത് ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഓഫ് ആംഗുലർ വെലോസിറ്റി, ഓക്കെ, ആംഗുലർ ഫ്രീക്വൻസി ആൻഡ് പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻ്റ് ആണ് ഇത് വരുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ എൻവലപ്പ്. ഇതാണ് നമ്മൾ വെലോസിറ്റിയിൽ ഗ്രൂപ്പ് വെലോസിറ്റിയും ഫേസ് വെലോസിറ്റിയിലും ട്രാവൽ ചെയ്യുന്ന വേവ്സ്. ഓക്കെ, സോ that's all about today's class. That is modes in planar waveguide. Different modes നമ്മൾ പറഞ്ഞു. ഈ ഡിഫറെൻറ്റ് മോഡ്സിൽ വരുന്ന ട്രാൻസ്വേഴ്സ് ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ചും പിന്നെ അതുപോലെ തന്നെ ഫേസ് വെലോസിറ്റിയും ഗ്രൂപ്പ് വെലോസിറ്റിയും ഇത്രയാണ് ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.